കീവറമ്പ് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പല വാർഡുകളിലും പല പ്രോഗ്രാമുകളും നടന്നു കഴിഞ്ഞു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചിട്ട് ജില്ലാതല ഉദ്ഘാടനം കീവറമ്പ് പഞ്ചായത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ട് കീവറമ്പ് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്താക്കി പ്രഖ്യാപിക്കുന്നതാണ്. കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹരിത പഞ്ചായത്താക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ ഓഫീസുകൾ, പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പഞ്ചായത്തിൻ്റെ കുളങ്ങൾ, അതുപോലെ തന്നെ തോടുകൾ എല്ലാം തന്നെ മാലിന്യമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ലയിൽ 1ാമത്തെ പഞ്ചായത്തായി നമ്മൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതുപോലെയുള്ള കീവറമ്പ് പഞ്ചായത്തിന് ഇതുപോലെയുള്ള ഒരവസരം ലഭിച്ചത്. അതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും നമ്മളിതുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏതാണ്ട് ഒക്ടോബർ 2 മുതൽ ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും തൽപരരായും കൊണ്ട് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്നും ഈ സന്ദർഭത്തിൽ പഞ്ചായത്ത് എല്ലാവരോടും അറിയിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ നല്ല രീതിയിലുള്ള സഹായങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേന അംഗങ്ങൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏതാണ്ട് താൽക്കാലിക 4ഓളം MCFകൾ ഇതിനുമായി സജ്ജീകരിച്ചു. 24ഓളം ഹരിതകർമ്മ സേനാംഗങ്ങൾ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ ഓരോ ദിവസങ്ങളിലും ചെന്ന് കാര്യറിയിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇതിന് കൃത്യമായി തന്നെ നാട്ടിലെ പ്രധാനപ്പെട്ട മുഴുവൻ വീട്ടുകാരുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് ഇതിന് ഉണ്ട്. യൂസർ ഫീ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് പഞ്ചായത്ത് 60-65% യൂസർ ഫീ മേഖലയിലും നല്ല മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ മുഴുവൻ ആളുകളും, നമ്മുടെ നാട്ടുകാരായ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ തന്നെ സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 1ാമത്തെ പഞ്ചായത്തായി ഈ നവകേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശുചിത്വ മാലിന്യ പ്രശ്നങ്ങളിലൊക്കെ തന്നെ 1ാം നമ്പറായി മാറുന്നതിന് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ശുചിത്വ കേരളം, സുസ്ഥിര കേരളം, ഹരിത കേരള മിഷൻ്റെ ജനകീയ ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ഒക്ടോബർ 2 ബഹുമാന്യനായ ശ്രീ PK ബഷീർ MLA അധ്യക്ഷതയിൽ ബഹുമാന്യനായ കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ അവർകൾ നിർവഹിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിൽ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാണ് നടത്തപ്പെടുന്നത്. കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത രംഗത്ത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള സകലമാന ജനങ്ങളെയും ഭൂപ്രദേശങ്ങളെയും മാറ്റത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. 2025 മാർച്ച് 30 അന്താരാഷ്ട്ര വേസ്റ്റ് ദിനത്തോടനുബന്ധിച്ച് കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെയും സീറോ വേസ്റ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ അന്തിമ ലക്ഷ്യം. ഈ പ്രയത്നത്തിൽ കണ്ണിയാവാൻ എല്ലാ വിഭാഗങ്ങളുടെയും നിസ്സീമമായ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാലിന്യമുക്ത നവകേരളം, ശുചിത്വ കേരളം, സുസ്ഥിര കേരളം, ഈ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി വലിയൊരു ക്യാമ്പയിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം കീഴ്പറമ്പ് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ശുചിത്വം മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. രോഗമുക്തമായ ഒരു ജീവിതം, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ശുചിത്വമായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ എല്ലാവരുടെയും ബാധ്യതയാണ് ഈ പ്രദേശം മാലിന്യമുക്തമാക്കുക എന്നുള്ളത്. നമ്മളെല്ലാവരും സഹകരിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും, എല്ലാ കുട്ടികളും മുതിർന്നവരുമൊക്കെ അടക്കം എല്ലാവരും സഹകരിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ മാലിന്യമുക്തമായ ഒരു പ്രദേശം നമുക്കുണ്ടാവുകയുള്ളൂ. ഈ പ്രവർത്തനത്തിലൂടെ കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം കീഴ്പറമ്പ് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് ഈ നാട്ടിലെ എല്ലാവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്തും ഒരുങ്ങിക്കഴിഞ്ഞു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുകയാണ്.
ഇത് പ്രഖ്യാപനത്തിനായി ബഹുമാന്യനായ കായിക മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ അവറുകൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഘടക സ്ഥാപനങ്ങളെല്ലാം ഹരിത ഘടക സ്ഥാപനങ്ങളായിട്ടും അതുപോലെ വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയങ്ങളായും അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളായും പ്രഖ്യാപിക്കും. ഇതിൻ്റെ ഭാഗമായി കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ 14 വാർഡുകളിലും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. എല്ലാ മെമ്പർമാരും സഹകരിച്ചുകൊണ്ട് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഓരോ വാർഡുകളിലും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ജനങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത്. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അതെല്ലാം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും മാലിന്യമുക്തമാക്കുകയും സൗന്ദര്യവൽക്കരണങ്ങൾ നടത്തുകയും പുഴയോരങ്ങളെ മലിനമായിരിക്കുന്നത് വൃത്തിയാക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഒരു നല്ല നാളേക്കായി. 2025 മാർച്ച് 30 സീറോ വേസ്റ്റ് ദിനം എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യത്തോടെ കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ ലക്ഷ്യത്തിനായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നിർമ്മാണാത്മകവും പ്രചരണാധിഷ്ഠിതവുമായ പ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. ടേക്ക് എ ബ്രേക്ക്, ശുചിത്വത്തിന് ഏറ്റവും മാതൃകാപരമായ പദ്ധതി, മിനി MCFകളുടെ ഉദ്ഘാടനം, കാർഷിക രംഗത്ത് തരിശുരഹിത ഗ്രാമം, ഹരിത സമൃദ്ധി, ജൈവമാലിന്യ സംസ്കരണം. കൃഷിയിടാധിഷ്ഠിത വികസന പദ്ധതിയിലൂടെ ക്രിട്ടിക്കൽ കമ്പോണന്റ് ഘടകത്തിൽ നമ്മൾ അത്യുൽപാദന ശേഷിയുള്ള ഒരു ഇഞ്ചി ഇനം, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻറ്ററിൽ നിന്നും അവിടെ വികസിപ്പിച്ചെടുത്ത ഒരു ഇനമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത്. ഈ നല്ല കൂടുതൽ വിളവും കിട്ടും, അതുപോലെ തന്നെ നല്ല രോഗപ്രതിരോധ ശേഷിയുമുള്ള ഒരു ഇഞ്ചി ഇനമാണ് ഇവിടെ കയ്യുമലി എന്ന കർഷകൻ നട്ട് വളർത്തി നല്ല രീതിയിൽ വളർച്ചയുണ്ടായിട്ടുണ്ട്. ഒരു 5-6 മാസം കൂടെ കഴിയുമ്പം വിളവെടുക്കാൻ കഴിയും. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ മണിത്തക്കാളി കൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ റംബുട്ടാൻ, കസ്റ്റാർഡ് ആപ്പിള്, അതുപോലെയുള്ള പിന്നെ റെഡ് ലേഡി പപ്പായ ഇങ്ങനെയുള്ള പുതിയ ഇനം വിദേശ ഇനം പഴങ്ങളും ആളിവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ അറബ് രാജ്യങ്ങളിലൊക്കെ കാണുന്ന ജർജർ എന്ന് പറയുന്ന ഒരു ലീഫി വെജിറ്റബിൾ ഉണ്ട്. അത് നമ്മൾ സാലഡിലൊക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ ഒരു പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഫി വെജിറ്റബിൾ ആണ്. ഇതും ഇവിടെ കയ്യുമാക്ക നല്ല രീതിയിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട്. സോക്പിറ്റ് നിർമ്മാണം, നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളും ബദൽ ഉൽപ്പന്നമായ തുണിസഞ്ചി വിതരണത്തിന് 9-12 വാർഡുകളിൽ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ദൈനംദിനവുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനം എല്ലാ വാർഡുകളിലും വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ഹരിത സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും അംഗീകാരം നൽകൽ, സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായ ഹരിതപാത, ജൈവവൈവിധ്യം നിലനിർത്താൻ പച്ചത്തുരുത്ത് തുടങ്ങി ജനങ്ങൾക്ക് മാതൃകയാക്കാവുന്നതും ജീവിതത്തിൽ ശൈലിയാക്കാവുന്നതുമായ ഉദാത്ത മാതൃകകളാണ് ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത്. 2025 മാർച്ച് മാസം 30 ആകുമ്പോഴേക്ക് എല്ലാ വാർഡും 100% യൂസർ ഫീ നൽകുന്ന വാർഡാക്കിയിട്ട് നമ്മൾ പ്രഖ്യാപിക്കണം. അപ്പോൾ നമ്മൾ ഓരോ പ്രദേശത്തും ഉള്ള മാലിന്യമുക്തമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്നും ഇന്നലെയായിട്ട് നമ്മളെ വാർഡിലൊക്കെ ഹരിതകർമ്മസേനക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഹരിതപാത പിന്നെ നമ്മൾ റോഡ് സൈഡ് ചെത്തി കോരിയിട്ട് അവിടെ പൂന്തോട്ടം പോലെ ആക്കിയിട്ട് അതാണ് ഹരിതപാത അറിയുന്നത്. ആ ഹരിതപാതൻ്റെ ഇത് കഴിഞ്ഞിട്ടാണ് അവിടേക്ക് അവിടുന്ന് കുറേ നേരം വിളിക്കുന്നത്. അപ്പോൾ ഗ്രീൻ അംബാസിഡർ സ്കൂളുകളിലൊക്കെ നമ്മൾ
നമ്മുടെ പഞ്ചായത്തിലെ 15ഓളം സ്കൂളുകൾ ക്വിസ് മത്സരം നടത്തി. അതിൽ നിന്ന് 3 കുട്ടികളെ ഓരോ LP UP ഹൈസ്കൂൾ ഓരോ വിഭാഗത്തു നിന്നും 3 കുട്ടികളെ വീതം എടുത്ത് അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ക്വിസ് മത്സരം നടത്തി. അതിന് ഫസ്റ്റ് കിട്ടിയ കുട്ടീനാണ് അംബാസഡർ കുട്ടിയായിട്ട് പ്രഖ്യാപിച്ച് അന്ന് മന്ത്രിയിൽ നിന്നും പിന്നെ മൊമെൻറ്റോ കൊടുക്കുന്നത്. പരിപാടിയിലേക്ക് വന്ന ഉദ്ഘാടനം അതുപോലെ തന്നെ ഈ സദസ്സിലും മറ്റ് ആശംസകളും കാര്യങ്ങൾ വിശദീകരിക്കുവാൻ കഴിയുന്ന എല്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് 30 സീറോ വേസ്റ്റ് ഡേയോടനുബന്ധിച്ച് ഉള്ള നമ്മുടെ മാലിന്യമുക്ത കേരളം, ശുചിത്വ കേരളം, സുസ്ഥിര കേരളം എന്നുള്ളതിൻ്റെ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ ഒക്ടോബർ 2 ജില്ലാതല ഉദ്ഘാടനം നടക്കുകയാണ് ഈ ക്യാമ്പയിൻ്റെ. ഗ്രാമപഞ്ചായത്ത് 18ഓളം പ്രഖ്യാപനങ്ങൾ ഈ ശുചിത്വ മാലിന്യമുക്ത കേരളം എന്നുള്ള ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അന്ന് നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് മെയിനായിട്ട് ഇവിടെ വീട്ടുമുറ്റ സദസ്സ്, ഈ സദസ്സ് സംഘടിപ്പിച്ചത് നമ്മുടെ വാർഡിൻ്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയാം, അജൈവ മാലിന്യങ്ങൾക്ക് നമുക്ക് ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ വീടുകളിലും വാതിൽപ്പടി ശേഖരണത്തിനായിട്ട് അവർ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ 100% വീടുകൾ മാസത്തിൽ ഒരു തവണ നമ്മുടെ വീടുകളിൽ എത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂസർ ഫീ, അവർക്ക് നൽകുന്ന ആ ഫീയിൽ നമ്മളിപ്പോഴും നമ്മുടെ വാർഡിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോഴും 66%. ഗ്രാമപഞ്ചായത്ത് ടോട്ടലി എടുക്കുകയാണെങ്കിൽ 60%, നമ്മുടെ വാർഡ് 66% ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ എവിടെയാണ് നാം പിറകോട്ട് പോയത് എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇവിടെ സംസാരിക്കും. അപ്പോൾ ഈ വീട്ടുമുറ്റ സദസ്സിൻ്റെ ഉദ്ദേശം ഇനി നിലവിൽ നമ്മുടെ വാർഡിൽ എവിടെയാണോ മാലിന്യമുള്ളത്, എന്താണോ ഇനി പ്രവർത്തനം നടക്കേണ്ടത് എന്നുള്ളതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ചർച്ചകളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ സദസ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ വിവിധ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മുൻകൂട്ടി തീരുമാനിച്ചതാണ്. ഇതിങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ള കേട്ടുകൊണ്ട് ജില്ലാതലത്തിൽ നമുക്ക് ജില്ലാതല പരിപാടി നമ്മുടെ പഞ്ചായത്തിൽ വെച്ച് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ജില്ലാതല ഉദ്ഘാടനം ഒക്ടോബർ 2 ഗാന്ധി ജയന്തിനോടനുബന്ധിച്ചിട്ട് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. അതിന് ആദ്യമായിട്ട് ഞങ്ങളെല്ലാവരെയും ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് 2 മണിക്ക് തന്നെ അവിടെ എത്തിച്ചേരുക. പഞ്ചായത്തിലെ ഈ വികസന പ്രവർത്തനങ്ങൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തന്നെയാണ് ആദ്യം നിങ്ങൾക്കുള്ള തന്നിട്ട് ഞങ്ങൾക്ക് തരുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യമായിട്ട് നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സംഗതിയൊക്കെ എന്തായാലും നടക്കും. അപ്പോൾ അത് ആ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞാൽ 65% വരുന്ന യൂസർ ഫീ ഒന്നും. അപ്പോൾ ആ രീതിയിൽ ഇനിയും നമുക്കറിയാമല്ലോ, ഇത് ജില്ലയിലാണ് നമ്മുടെ പഞ്ചായത്തെ തെരഞ്ഞെടുത്ത്. ഈ ശുചിത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് 2017 മുതൽ പഞ്ചായത്ത് വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ആർപിമാരൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മളെ പ്രത്യേകം റെക്കമെൻഡ് ചെയ്യാണ്. കിഴുവറമ്പ് പഞ്ചായത്തിലെ പ്രവർത്തനം ഇന്ന രീതിയിലാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ മേഖലയിൽ ഇതുപോലെയുള്ള ഈ ആനുകൂല്യങ്ങളും മറ്റു സൗകര്യങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കും. ഇത്തരം ഒരു പരിപാടി പിന്നെ ഞാൻ ഈ പഞ്ചായത്ത് ഒരുപാട് കാലത്ത് 2005 തൊട്ട് ഈ കിഴുവറമ്പ് പഞ്ചായത്തിൽ വരാറുണ്ട്. മിഷൻ്റെ പ്രവർത്തനം, കിലയുടെ പ്രവർത്തനം. നിങ്ങളെ നിങ്ങൾ സെലക്ട് ചെയ്തത് വളരെ ശരിയാണ്. കഴിവുള്ള മെമ്പറാണ്. ഞാനിത് എവിടെ ചെന്നാലും കഴിവുള്ളവർ പറയാൻ ഞാൻ കിഴുവറമ്പ് പഞ്ചായത്ത് മത്സരിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യമുക്ത കിഴുവറമ്പ് എന്ന ലക്ഷ്യത്തിനായി എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് വർദ്ധിച്ച ജനപങ്കാളിത്തത്തോടെ വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിച്ചു. ഗ്രാമത്തിന്റെ ജീവനാഡിയായ കുടുംബശ്രീ കൂട്ടായ്മയുടെ ഭാഗമായി നാടിന്റെ മാറ്റത്തിന് ഹരിത അയൽക്കൂട്ടങ്ങൾ രൂപം കൊടുത്തു. കിഴുവറമ്പ് ഗ്രാമത്തെ തലോടുന്ന അതിമനോഹരമായ ചാലിയാറിന്റെ പുഴയോരങ്ങളെ സൗന്ദര്യവൽക്കരിക്കാൻ എന്ന ഉത്തമമായ പ്രകൃതി സ്നേഹം നിലനിർത്താൻ ഇരുവശങ്ങളിലും വ്യത്യസ്തങ്ങളായ മരങ്ങളും ചെടികളും നട്ടുവളർത്തി ജനകീയ പിന്തുണയോടെ കിഴുവറമ്പിൽ ചാലിയാറിന്റെ ചാരെ നിൽക്കുന്ന മുറിഞ്ഞമാടിനെ സൗന്ദര്യപ്പെടുത്തി.
മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി കീവർമ് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയും ഒരുമിച്ച് സംഘടിപ്പിച്ച ഈ പരിപാടിയുടെ ഭാഗമായി മുറിഞ്ഞമാട് ടൂറിസം പ്ലേസ് വൃത്തിയാക്കലാണ് ഒന്നാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത കാര്യം. അതുമാത്രമല്ല, ഇവിടെ വേസ്റ്റ് ബിന്ന് സ്ഥാപിക്കലും അതിന് പുറമെ കീവർമ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് വാക്ക് തന്നത് ഹരിതകർമ്മസേനയെ ഇതിലേക്ക് ഉൾപ്പെടുത്തി മാസത്തിൽ 2 പ്രാവശ്യം അവർ ഇവിടെ വന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് വേസ്റ്റ് ബിന്ന് സ്ഥാപിക്കലും മരം നട്ടുപിടിക്കലുമാണ് ഞങ്ങൾ ഏറ്റത്. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മാലിന്യമുക്ത കേരളം, ശുചിത്വ കേരളം, സുസ്ഥിര കേരളം എന്നീ മഹത്തായ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി നടക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി തൃക്കളയൂർ 2-ാം വാർഡിൽ ഒരു ശുചിത്വ യജ്ഞ പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ വാർഡിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ക്ലബ്ബുകളും ഹരിതകർമ്മസേന, ആശാ വർക്കർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെല്ലാം കൂടി ചേർന്ന്, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ, മൊത്തം നമ്മുടെ വാർഡിലെ എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ വാർഡിനെയും ഈ പ്രദേശത്തെയും തൃക്കളയൂർ പ്രദേശത്തെയും ശുചീകരിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഈ പരിപാടിയിലേക്ക്, ഈ പദ്ധതിയിലേക്ക് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ നമ്മൾ ഈ വാർഡിലെ എല്ലാ വീടുകളിലേക്കും കോട്ടൺ ക്യാരി ബാഗുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത 1-2 ആഴ്ചക്കുള്ളിൽ അത് കിട്ടുന്നതോടുകൂടി എല്ലാ വീടുകളിലും നമ്മൾ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്ന വലിയ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ വീടുകളിലേക്കും ഓരോ ക്യാരി ബാഗ് നൽകും. ഇനി എല്ലാ പർച്ചേസുകളും നമ്മൾ ആ ക്യാരി ബാഗ് ഉപയോഗിച്ചായിരിക്കും നടത്തുക. ഗ്രാമീണ ജനസാന്നിധ്യം കൂടുതലുള്ള പ്രദേശങ്ങളെല്ലാം ജനങ്ങളെ മാനസികമായും പ്രാവർത്തികമായും മാലിന്യമില്ലാത്ത ഒരു ഗ്രാമസൃഷ്ടിക്ക് തുടക്കം കുറിച്ചു. മാലിന്യമുക്ത കേരളം, ശുചിത്വ കേരളം, സുസ്ഥിര കേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് 30-നുള്ളിൽ അന്താരാഷ്ട്ര വേസ്റ്റ് സീറോ ദിനത്തിനോടനുബന്ധിച്ച് മുന്നോടിയായിട്ട് വാർഡ് 3 കിഴമ്പ് ഗ്രാമപഞ്ചായത്ത് കല്ലിട്ടപ്പാലം ത്തിൽ നടക്കുന്ന കല്ലായി പ്രദേശത്ത് നടക്കുന്ന ശുചീകരണ പ്രവർത്തനത്തിലാണ് നാം ഉള്ളത്. ഈ പരിസരത്തിൻ്റെ അവസ്ഥ, പ്രത്യേകിച്ച് നമ്മളൊക്കെ ജനകീയ ക്യാമ്പയിനാണ്, എല്ലാവരും കൂടെ കൂട്ടായ പ്രവർത്തനത്തോടെ നടത്തുന്നൊരു പ്രോഗ്രാമാണ്. വളരെ കീവർമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ശുചീകരണ പ്രവർത്തനത്തിൽ, കല്ലായിൽ നിന്ന് ആരംഭിക്കുന്ന ഈ പ്രവർത്തനത്തിൽ നന്മ റെസിഡൻസ് അസോസിയേഷൻ കല്ലായിയുടെ ഭാരവാഹികളായ ഞങ്ങൾ കൂടെ പങ്കെടുക്കാനും ഇത് മുൻകൂട്ടി ഞങ്ങളെ അറിയിച്ചുകൊണ്ട് ഇതൊരു ജനകീയ സംരംഭമാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഒരു മെമ്പർക്കും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ജലഗുണ പരിശോധന. ജലജന്യ രോഗങ്ങൾ നമുക്കിടയിൽ വ്യാപകമായി ഉണ്ടാവുന്നത് അറിയാമല്ലോ. ഉദാഹരണമായി, നാം കുടിക്കുന്ന വെള്ളത്തിൽ 80% മനുഷ്യമലം കലർന്നതാണ്. ശുദ്ധജലം നമുക്ക് എന്തുകൊണ്ടും വളരെ ആവശ്യമാണ്. ഇതിനുവേണ്ടി ഭാവിയിൽ ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ ശുദ്ധജലം ലഭ്യമാക്കുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുക എന്ന ദൗത്യമാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി വാർഡ് 3 ഇതിൻ്റെ പ്രാരംഭം കുറിച്ചു. അതിപ്രാധാന്യമുള്ള നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും പ്രതീക്ഷിക്കുന്നു. മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം
മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കീഴ്പറമ്പ് പഞ്ചായത്തിലും സജീവമായ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമെന്നോണം 4-ാം വാർഡിലെ ADS അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും ചേർന്ന് വായില്ലാപ്പുഴ MLP സ്കൂൾ വൃത്തിയാക്കുകയും മരം നടുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനയായ MLP സ്കൂൾ അധ്യാപകൻ സിദ്ദീഖ് മാഷ്, പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ, പ്രിയപ്പെട്ട 4-ാം വാർഡ് നിവാസികളെ, കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഒക്ടോബർ 2 മാലിന്യമുക്ത കേരളം, ശുചിത്വ കേരളം, സുസ്ഥിര കേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രവർത്തനത്തിലാണ് നാം ഉള്ളത്. നമുക്കറിയാം, ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിട്ടാണ് നമ്മൾ ചെയ്തു വരാറുള്ളത്. ഇവിടെ ഇന്ന് MLP സ്കൂളിൽ പച്ചത്തുരുത്തിൻ്റെ ഉദ്ഘാടനമാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് നെറ്റ് സീറോ കാർബൺ പദ്ധതി ജില്ലയിൽ തന്നെ 5 പഞ്ചായത്തുകളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിലൊരു പഞ്ചായത്ത് നമ്മുടെ കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്താണ്. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പച്ചത്തുരുത്ത് പ്രവർത്തനം നമ്മൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ ഒന്ന് അൽ-അൻവാർ സ്കൂള്, അതുപോലെ തന്നെ B.Ed കോളേജ്. ഇനി അടുത്തൊരു പച്ചത്തുരുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മുടെ MLP സ്കൂളിലാണ്. നെറ്റ് സീറോ കാർബൺ പദ്ധതി പ്രപഞ്ചത്തിനു വിപരീത ഫലം ഉളവാക്കുന്ന കാർബൺ ഉൾപ്പെടെയുള്ള വാതകങ്ങളുടെ പുറന്തള്ളൽ ലഘൂകരിച്ചും ക്രമീകരിച്ചും നടത്തുക എന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള തീരുമാനമാണ്. നമ്മുടെ സംസ്ഥാനം അതിലേറെ പ്രാധാന്യത്തോടെയാണ് ഇതിനെ കാണുന്നത്. കേരളത്തെ പൂർണ്ണമായും ആഗോളതാപനത്തിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ സംസ്ഥാനത്ത് ഏതാനും ഗ്രാമപഞ്ചായത്തുകൾ മാതൃകയായി കണ്ടെത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ 5 ഗ്രാമപഞ്ചായത്തുകളിൽ നമ്മുടെ കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്തും ഉൾപ്പെടുന്നത് സന്തോഷകരമാണ്. ഈ മഹത്തായ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനും മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്നതിലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ നെറ്റ് സീറോ പ്രവർത്തനത്തിൻ്റെ പ്രാഥമിക തല പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നവകേരള സുസ്ഥിര കേരള മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് വാലില്ലാപ്പുഴ സ്കൂൾ പരിസരം ശുചീകരണവും തൈ നടീലും ഞങ്ങൾ ADS അംഗങ്ങളും പിന്നെ കുടുംബശ്രീ ഭാരവാഹികളും കൂടി ഇന്ന് നടത്തുകയാണ്. നമ്മുടെ ഇന്നിപ്പോൾ നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത് എന്താ വെച്ചാൽ, അതായത് കുഞ്ഞമ്പടി തൊട്ട് തേക്കുംചോട് വരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ക്ലീൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ പഞ്ചായത്തിൽ പല അസുഖങ്ങളും വന്നു പെടുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കെട്ടിക്കിടന്നതിൻ്റെ ഭാഗമായിട്ട് പലർക്കും പല അസുഖങ്ങൾ, ക്യാൻസർ, മഞ്ഞപ്പിത്തം, ഇങ്ങനെ പല അസുഖങ്ങളും നമ്മളെ വാർഡുകളിൽ നിത്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പരമാവധി നമ്മൾ ഓരോരുത്തരും നമ്മളെ വാർഡിലെ എല്ലാവരും അവരവരുടെ വാർഡ് വൃത്തിയാക്കേണ്ടതിലേക്ക് മുൻകൈ എടുത്തുകൊണ്ട് വരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ പരിപാടി തുടങ്ങിയത്. അത് വാർഡ് തല ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നവയുവ വായനശാലയിൽ വെച്ചിട്ട് നമ്മൾ നടത്തുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ, ക്ലബിൻ്റെ അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, മറ്റ് എല്ലാ ആൾക്കാരും ഈ പരിപാടിയിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരൊക്കെ ഞാൻ ഈ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ വാർഡിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. ശുചിത്വ
കേരളം സുസ്ഥിര കേരളം എന്ന പരിപാടിയുടെ ഭാഗമായി കിഴവുപറമ്പ് പഞ്ചായത്ത് ഈ വരുന്ന ഗാന്ധിജയന്തി ദിനത്തിൽ ഒക്ടോബർ 2 നടത്തുന്ന ജില്ലാതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മുടെ എല്ലാ പഞ്ചായത്തിലെ 14 വാർഡുകളിലും ഇതുപോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പച്ചത്തുരുത്തുകൾ പല പ്രോഗ്രാമുകളായിട്ട് നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി 7-ാം വാർഡിൽ എല്ലാ അയൽക്കൂട്ടങ്ങളിലും ഇതുപോലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഇത് 7-ാം വാർഡിലെ ആണിയിൽ മൂലയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആണിമൂല പൂളക്കച്ചാൽ റോഡ്, അതുപോലെ തന്നെ മൂലയിൽക്കുന്ന് ആണിമൂല റോഡ്, ഇൽഫോർട്ട് ആണിമൂല റോഡ് എന്നീ റോഡുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ നമ്മുടെ സർക്കാർ നിർദ്ദേശപ്രകാരം മാലിന്യ മുക്ത നവകേരളം പദ്ധതിയുടെ തുടക്കം ഒക്ടോബർ 2 നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ ഈ ഒരു കർമ്മ പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്തിനകത്ത് വാർഡ് 8 ഒരുങ്ങിക്കഴിഞ്ഞു. ഈ കർമ്മ പദ്ധതി പൂർത്തീകരിക്കുന്നതുവരെ നമ്മുടെ കുടുംബശ്രീയും ആരോഗ്യവകുപ്പും നമ്മുടെ ഒപ്പത്തിനൊപ്പം തോളോട് തോൾ ചേർന്നാണ് പഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുന്നത്. കർമ്മനിരതരായി നമ്മളുടെ കുടുംബശ്രീ പ്രവർത്തകരടക്കം ഇന്ന് ആശാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ബാലസഭ അംഗങ്ങളടക്കം നമുക്ക് ടീച്ചർമാർ എല്ലാവരും അംഗനവാടി വർക്കേഴ്സ് ടീച്ചർമാർ എല്ലാവരും പഞ്ചായത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ ഒരു മാലിന്യമുക്ത നവകേരളം പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ ഇന്ന് ഈ ശാന്തിനഗർ ഭാഗത്ത് വാർഡ് 8 വെസ്റ്റ് പത്തനാപുരത്ത് തുടക്കം കുറിച്ചുകൊണ്ട് നാളെയും മറ്റന്നാളുമായി വിവിധ പരിപാടികൾ ഏറ്റെടുത്ത് പഞ്ചായത്തിനകത്തും അതുപോലെ തന്നെ വാർഡിൽ തുണിസഞ്ചി വിതരണം ചെയ്തുകൊണ്ട് മാക്സിമം പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കുക. നമ്മൾ ലൈവായിട്ട് തുണിസഞ്ചി അടിക്കാനുള്ള ഒരു പരിപാടിയാണ് കുടുംബശ്രീയും ആശാവർക്കറും മെമ്പറും മറ്റു കമ്മിറ്റിയൊക്കെ ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തത്. വളരെയധികം സന്തോഷം. എല്ലാവർക്കും ഈ ഒരു പ്രവൃത്തിയിൽ ഈ ഒരു നവകേരള സൃഷ്ടിക്ക് മാലിന്യമുക്ത നവകേരള സൃഷ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അരിയാണി കുളത്തിൻ്റെ നവീകരണ പ്രവർത്തനമാണ് നമ്മുടെ ഈ പ്രദേശത്തെ തൊഴിലാളികളും തൊഴിലുറപ്പ് തൊഴിലാളികളും അതോടൊപ്പം നമ്മുടെ ക്ലബിൻ്റെ പ്രവർത്തകരൊക്കെ സംയുക്തമായിട്ട് ഇന്നിവിടെ ക്ലീൻ ചെയ്യുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ പ്രദേശത്തെ ഒരുപാട് ജനങ്ങൾ ദിനേന എന്നോണം ഉപയോഗിക്കുന്ന ഈ ഒരു കുളം വൃത്തിയാക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരുപാട് പേര് കുട്ടികൾ നീന്തൽ പഠിക്കുന്നതിനും അതോടൊപ്പം പിന്നെ കുളിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു കുളം ഇങ്ങനെ വൃത്തികേട് കൊണ്ട് പ്രയാസപ്പെടുന്നൊരവസരത്തിലാണ് ഇങ്ങനെ ഒരു ശ്രമദാനത്തിലൂടെ ഈ ഒരു കുളം വീണ്ടും നന്നാക്കിയെടുക്കുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉച്ചയോട് കൂടിയിട്ട് ഈ ഒരു പണി പൂർത്തീകരിക്കുവാനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെ, അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തകർ, അതുപോലെ ബാലസഭാ വിദ്യാർത്ഥികളെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരന്മാരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഏകദേശം 1 മാസത്തോളം നിരന്തരമായ പ്രവർത്തനങ്ങൾ കീഴ്പറമ്പ് പഞ്ചായത്തിൻ്റെ 14 വാർഡുകളിലും നടത്തി വരികയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പരിപാടി നിയന്ത്രിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പറും കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള PP റഹ്മാൻ സാഹിബാണ്. അദ്ദേഹത്തെ ഈ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഹരിത കർമ്മസേന അംഗങ്ങൾ, നല്ലപോലെ കുടുംബശ്രീ CDS, നമ്മളെ ബാലസഭ കുട്ടികളെ, നമ്മൾ കീഴ്പറമ്പ് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ ഒക്ടോബർ 2-ാം തീയതി ശുചിത്വമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ജില്ലാതല ഉദ്ഘാടന കർമ്മം കീഴ്പറമ്പ് പഞ്ചായത്തിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മുടെ സഹോദരിമാർ എല്ലാവർക്കും ഈ ഹരിത കർമ്മസേന അംഗങ്ങൾ വീട്ടിൽ വരുമ്പോൾ അവർക്ക് യൂസർ ഫീ ആയ 50 ഉറുപ്പിക വളരെ എല്ലാവരും കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിനുള്ള സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ജനകീയ ക്യാമ്പയിൻ മാലിന്യമുക്തം നവകേരളം, ശുചിത്വ കേരളം സുസ്ഥിര കേരളം, കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്ത് ജനകീയ ക്യാമ്പയിൻ ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകുക. ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് ഇന്ന് 11-ാം വാർഡിലെ കനാൽ ശുചീകരണമാണ് നമ്മൾ രാവിലെ തുടങ്ങിയത്. ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇപ്പോൾ നടക്കുകയാണ്. ഈ കനാൽ നമ്മളെല്ലാ കൊല്ലവും 1-2 തവണ നമ്മൾ ക്ലീനാക്കാറുണ്ട്. അതിൽ മാലിന്യങ്ങളിങ്ങനെ അടിഞ്ഞു കൂടുമ്പോൾ ഈ പരിസരവാസികൾ പലപ്പോഴും ഇവിടെയുള്ള ആളുകളൊക്കെ അബദ്ധത്തിൽ ഇട്ട് പോകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മാലിന്യമായി മാറുന്നുണ്ട്. നമ്മൾ മുമ്പൊരു ബോധവൽക്കരണമൊക്കെ നടത്തിയിരുന്നു. ഇവിടെ വേസ്റ്റ് ഇടരുത്, ക്ലീനായി സൂക്ഷിക്കുക, നമ്മുടെ കനാലാണ്, നല്ല വെള്ളം ഒഴുകുന്ന തെളിനീരൊഴുകുന്ന കനാലാണിത്. ഇങ്ങനെ പറയാറുണ്ടെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ മാലിന്യങ്ങളും അതുപോലെ തന്നെ ചപ്പുചവറൊക്കെ വന്ന് വീഴാറുണ്ട്. അപ്പോൾ നമ്മൾ സന്നദ്ധ പ്രവർത്തകർ കൂടിയിട്ട് ഇത് വൃത്തിയാക്കലാണ് പതിവ്. എങ്ങനെയാണ് ഏതായിരുന്നാലും ഇന്ന് രാവിലെ നമ്മൾ ഈ വർക്ക് ആ ഭാഗത്തു നിന്ന് തുടങ്ങി ഇങ്ങനെ ഇവിടെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുകയാണ്. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് ചെയ്യാനുണ്ട്. കുറച്ചുകൂടി സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു. 1-2 പേര് വേറെ 1-2 ക്യാമ്പുള്ളതുകൊണ്ട് തിരക്കുള്ളതുകൊണ്ട് പോയതാണ്. ഏതായിരുന്നാലും നമുക്ക് ആളുകളോട് പറയാനുള്ളത് തന്നെയാണ്, വീണ്ടും നമ്മളെ പഞ്ചായത്ത് വൃത്തിയായി സൂക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. പരമാവധി ക്ലീനായി സൂക്ഷിച്ച് നമുക്ക് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരുപാട് രോഗങ്ങൾ മറ്റതൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ കനാലിലൊക്കെ ഇങ്ങനെ അഴുക്കായി കിടന്നാൽ കൊതുകുജന്യ രോഗങ്ങൾ, പല അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പലപ്പോഴും നമ്മുടെ ആരോഗ്യവകുപ്പ് പറയാറുണ്ട്. ഏതായിരുന്നാലും നമ്മളെപ്പോഴും ഇതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പരിസരവാസികൾ തന്നെ എപ്പോഴും ആളുകളൊക്കെ ഇവർ നിരന്തരം ഇതിൽ നടന്നു പോകുന്ന ആളുകളൊക്കെ കനാൽ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ കഴിയുന്ന രീതിയിലൊക്കെ ഇത് പരമാവധി ക്ലീനാക്കി നമ്മൾ സൂക്ഷിക്കാറുണ്ട്. മാലിന്യമുക്ത നവകേരളം ശുചിത്വ കേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ഒക്ടോബർ 2-ന് മുമ്പ് എല്ലാ വാർഡിലും ഓരോ ശുചിത്വ പരിപാടികളുമായി കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 12-ാം വാർഡിലെ ബഡ്സ് സ്കൂളും പരിസരവും കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈറ്റ് ഗാർഡ് അംഗങ്ങൾ ഇന്ന് മാലിന്യ രഹിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിസരവും വൃത്തിയാക്കൽ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ബഹുമാനപ്പെട്ട നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികളെ, മറ്റ് നാട്ടുകാരെ, നമ്മൾ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി ഈ വരുന്ന ഒക്ടോബർ 2-ാം തീയതി കീഴറമ്പ് പഞ്ചായത്തിൽ വെച്ച് മലപ്പുറം ജില്ലയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭാഗമാകാൻ നമ്മുടെ 13-ാം വാർഡിലും കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ചില സ്ഥലത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്, ചില സ്ഥലത്ത് പൂച്ചെടികൾ വെക്കുന്നുണ്ട്, ചിലർക്ക് സൗന്ദര്യവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാർഡിൽ ക്ലീനിങ്ങും സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ചെടികളും നട്ടുപിടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിനോട് അനുബന്ധിച്ച് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ജില്ലാതല ഉദ്ഘാടനം പഞ്ചായത്തിലാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ എല്ലാ വാർഡുകളിലും പല തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ 13-ാം വാർഡിൽ ഹെൽത്ത് സെൻറ്ററിൽ തൈകൾ വെച്ച് പിടിപ്പിക്കുക എന്നത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും നടന്നുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഇവിടെ വന്ന് നമ്മളെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, മറ്റുള്ളവർ എല്ലാവർക്കും നമ്മളെ പരിപാടി വളരെ ഉഷാറാക്കാൻ നേരത്തെ വന്ന എല്ലാവർക്കും, ഇവിടെ വന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് പരിപാടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. ഏറെ പ്രിയ നിറഞ്ഞവരെ, കിഴുപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് ഒക്ടോബർ 2-ന് നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി ഓരോ വാർഡ് തലങ്ങളിലും എടുക്കുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി 14-ാം വാർഡിൽ എടുത്തിരിക്കുന്ന പ്രോഗ്രാമാണ് കർഷകൻ ക്ലബിനെയും അതുപോലെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചാലിയാറിൻ്റെ തീരങ്ങളിലൂടെ 14-ാം വാർഡിൻ്റെ ഏരിയകളിലൂടെ പോയിക്കൊണ്ട് ശുചീകരണ പരിപാടി എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മളിന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഭാഗമായി നമ്മുടെ കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ജില്ലാതല ഉദ്ഘാടനം ഒക്ടോബർ 2-ന് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സാറാണ് ഇവിടെ ആ ഉദ്ഘാടന ഫംഗ്ഷനിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓരോ വാർഡുകളിലും ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്നലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ നിന്നും ഓരോ വാർഡുകളിൽ നടന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാർഡിൽ വീട്ടുമുറ്റ സദസ്സ് നടക്കുകയും ആ വീട്ടുമുറ്റ സദസ്സിൽ ആശാ വർക്കർമാർ, അംഗനവാടി വർക്കേഴ്സ്, അതുപോലെ ഹരിതകർമ്മസേന പ്രവർത്തകർ, നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ, സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടക്കുകയുണ്ടായി. കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആശാ വർക്കർമാരും കൂടിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ വാർഡിലെ എല്ലാ വീടുകളിലും കയറുകയും ക്ലോറിനേഷൻ മുതൽ എല്ലാ വീടുകളിൽ നിന്നും ഡോർ ടു ഡോർ പ്രോഗ്രാം നടത്തുകയും ചെയ്തു. എല്ലാ വീടുകളും വളരെയധികം സഹകരിക്കുകയും ഈ സഹകരിച്ച സാഹചര്യത്തിൽ തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും അവർക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ തുടർച്ച എന്ന പോണാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചാലിയാറിലൂടെ ഒരു ശുചീകരണ യാത്ര എന്ന പേരിൽ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഇതിന് എന്നോടൊപ്പം സഹകരിക്കാൻ നിന്നിട്ടുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കർഷകൻ ക്ലബിൻ്റെ മുഴുവൻ പ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മുടെ ഓത്തുപള്ളിപ്പുറയിൽ നിന്ന് വന്നിട്ടുള്ളവർ, ഏറെ പ്രിയപ്പെട്ട സി.ടി. ഷൗക്കത്ത് കാക്ക തുടങ്ങിയ എൻ്റെ വാർഡിലെയും പുറത്ത് വാർഡിലെ എല്ലാവരെയും ഒരുമിച്ച് കൂടിക്കൊണ്ടുള്ള ഈ പ്രവർത്തനത്തിന് ഇവരെ മുത്തുകണ്ടം പ്രശംസിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ മാലിന്യമുക്ത കേരളം എന്ന പരിപാടിക്ക് കർഷകൻ്റെ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. എനിക്ക് ഈ നിമിഷം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒന്നാമത് പരിസ്ഥിതിയോടനുബന്ധിച്ചുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. രണ്ടാമത് ഞാൻ എക്കാലത്തും പിന്തുണക്കണ കർഷകൻ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ്. പിന്നെ 14-ാം വാർഡ് മെമ്പറെ ഒരു ഊർജ്ജസ്വലതയാണ് ഇതിൽ കാണുന്നത്. കാരണം എല്ലാവരും 6 മണിക്ക് വിളിച്ചുകൊണ്ടിരുന്ന ഒരാഴ്ച ഈ പ്രവർത്തനത്തിന് 14-ാം വാർഡ് മെമ്പർ മുൻകൈ എടുക്കണേ. അപ്പോൾ ആദ്യ സംഗതിക്ക് എനിക്ക് പ്രത്യേക മനസ്സിന് സുഖമായി. സ്ഫടികം പോലെ ഒഴുകിയിരുന്ന ചാലിയാറിനെ മനുഷ്യൻ മലിനമാക്കിയതിൽ നിന്നും ചാലിയാറിനെ തിരിച്ചുപിടിക്കാൻ കിഴുപറമ്പിനെ തൊട്ടു തലോടുന്ന ചാലിയാറിൽ ജലശുചീകരണം നടത്തി.
എക്കോസ്റ്റൈൻ 1 ഡേ 1 വാർഡ് പ്രോഗ്രാം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആശാവർക്കറും ഹരിതകർമ്മസേനാ അംഗങ്ങളും ചേർത്ത് നടത്തിയ ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായുള്ള ആദ്യ പ്രവർത്തനം വാർഡ് 14 തുടക്കം കുറിച്ചു. മാലിന്യമുക്ത നവകേരളം എന്നുള്ള ഒരു ക്യാമ്പയിന് ഏകദേശം 2 വർഷമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ്. ഇന്ന് പഞ്ചായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. ബാക്കിയുള്ള സേവനങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം അവരോട് കൂടുതൽ ചോദിക്കുന്ന കാര്യം ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക്കിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ വീടുകളിൽ ചെന്നാൽ വീട്ടുകാരോട് അല്ലെങ്കിൽ സാധാ വീട്ടമ്മമാരോട് ചോദിച്ചാലും അറിയാം ഈ പ്ലാസ്റ്റിക് എന്താ ചെയ്യലെന്ന് ചോദിച്ചാൽ കുറച്ച് മുന്നേ വരെ അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ കത്തിക്കും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ എന്താ പറയുക? ഹരിതകർമ്മസേനക്ക് കൊടുക്കുകയാണ് എന്നുള്ളത്. ഇപ്പോൾ ഒരു ബദൽ മാർഗം നമുക്ക് മുന്നിൽ എന്തുണ്ട്, ഉയർന്നു വന്നിട്ടുണ്ട് അല്ലേ? ആ മാർഗത്തെ നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്താറുണ്ടോ? ഉണ്ട്. നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നത് എന്താണ്? തരത്തിലുള്ള വിഷമാണ്. പിന്നെ ഇനി മറ്റൊന്ന് എന്താണ്, നിങ്ങളൊക്കെ വിചാരിക്കും ഈ പറഞ്ഞതൊന്നും എൻ്റെ വീട്ടിലില്ല. എന്നാൽ അടുത്ത എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ ഉള്ള എനിക്കടക്കമുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള 1-2 അലർജി രോഗങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഒന്ന് സ്കിന്നാവാം, തൊലിക്ക് വരുന്ന ചൊറിച്ചിലാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ രോഗങ്ങളുണ്ടാവും. ചിലർക്ക് പൊടി അടുത്ത് കൂടെ പോയിക്കൂടാ, മഞ്ഞ് പറ്റില്ല, തണുപ്പ് പറ്റില്ല, ചൂട് പറ്റില്ല, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഏതിൻ്റെ ഭാഗം? ഇത്തരത്തിലുള്ള വിഷം നമ്മുടെ ശരീരത്തിലോട്ട് എത്തി നമ്മുടെ പ്രതിരോധം എന്തായി? പോയി. തെങ്ങിന് തടം മണ്ണിന് ജലം. കൃഷിയോട് ആഭിമുഖ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മണ്ണിനെയും ജലത്തെയും സംരക്ഷിച്ച് കാർഷിക ഉൽപാദന വർധനവും തൊഴിൽ സാധ്യതയും വരുമാന വർധനവും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് തെങ്ങിന് തടം മണ്ണിന് ജലം എന്ന മാതൃകാ പ്രവർത്തനം. നമ്മുടെ കയ്യൂമാക്കൻ്റെ ഈ കൃഷിയിടത്തിലാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് തെങ്ങിന് തടം മണ്ണിന് ജലം എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ കയ്യൂമലി എന്ന കർഷകൻ്റെ കൃഷിയിടത്തിലാണ് ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത്. ഈ തെങ്ങിന് തടം തുറന്ന് അതിൽ ഈ പറഞ്ഞ പോലെ ചകിരിത്തൊണ്ട് കൂടെ അടുക്കി കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നമ്മുടെ മഴ തുടങ്ങി ആദ്യ മഴ പെയ്ത്, ഇപ്പം നമ്മൾ ഇടവപ്പാതിയിലാണെങ്കിൽ ആദ്യ മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തടം തുറക്കുക. തടം തുറന്ന് കഴിഞ്ഞിട്ട് അതിൽ ചകിരിത്തൊണ്ടും കൂടെ അടുക്കി കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തിൽ പെയ്യുന്ന മഴവെള്ളം പൂർണ്ണമായിട്ട് ഈ തടത്തിലേക്ക് സംഭരിക്കാനും അതുവഴി നമുക്ക് ജലസേചനം വഴി വെള്ളം കൊടുക്കേണ്ട അതിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാനും സാധിക്കും. അതോടൊപ്പം തന്നെ തെങ്ങിൽ കൂടുതൽ നാളികേരം ഉണ്ടാവാനൊക്കെ ഇത് സഹായിക്കും. കൂടാതെ വെച്ചാൽ ഇതൊരു മണ്ണ് ജലസംരക്ഷണ പ്രവൃത്തിയായിട്ടും കൂടെ ആ ഒരു രൂപത്തിലും കൂടെ നമുക്കത് ഈ തടം തുറക്കൽ പദ്ധതി ചെയ്യുമ്പം അങ്ങനെയും കൂടെ നമ്മുടെ കൃഷിയിടത്തിൽ ഇപ്പം നമ്മുടെ പറമ്പിൽ പെയ്യുന്ന മഴവെള്ളം പൂർണ്ണമായിട്ടും നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ റീചാർജ് ചെയ്യാനും കൂടെ ഈ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് സാധിക്കും. അതോടൊപ്പം നമ്മുടെ പറമ്പിലുള്ള വിളകൾക്ക് കൂടുതൽ വെള്ളം ലഭ്യമാക്കാനും ജലസേചനത്തിലൂടെ നൽകേണ്ട വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാനും കൂടെ ഈ പദ്ധതിയിലൂടെ സാധിക്കും. മണ്ണിര കമ്പോസ്റ്റ്. ഇലകളും കൊമ്പുകളും ഉൾപ്പെടെയുള്ള ജൈവമാലിന്യങ്ങൾ വളരെ ശാസ്ത്രീയമായി ഉപയോഗിച്ച് ഏറ്റവും ഫലവത്തായ ജൈവവളം ഉണ്ടാക്കുക എന്നതാണ് മണ്ണിര കമ്പോസ്റ്റ് ലക്ഷ്യമിടുന്നത്. രാസവളങ്ങളുടെ അമിത ഉപയോഗം മനുഷ്യനും ജന്തുജീവജാലങ്ങൾക്കും വിപരീത ഫലങ്ങളാണ് ഇന്ന് സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ കാലത്ത് അനുയോജ്യമായ മികച്ച ജൈവവളം ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. നമ്മളിന്ന് ഇവിടെ നടത്തുന്നത് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിൻ്റെ പരിശീലന പരിപാടിയാണ്. നമുക്കറിയാം മാലിന്യമുക്തം എന്നും നമ്മളെ മുന്നിലൊരു വെല്ലുവിളിയാണ് ഇത്. അപ്പോൾ അജൈവ മാലിന്യങ്ങൾക്ക് നമ്മൾ ഹരിതകർമ്മസേനയൊക്കെയായിട്ട് സഹകരിക്കുന്നുണ്ട്. എന്നാൽ ജൈവ മാലിന്യം കൃത്യമായിട്ട് സംസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു വലിയ വെല്ലുവിളിയാണ്.
അപ്പോൾ ഇത്തരം മണ്ണിര കമ്പോസ്റ്റൊക്കെ നമുക്ക് ഒരു ജൈവവളമാകാനും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ആരോഗ്യ മേഖലയിലൊക്കെ നല്ല മികച്ച നേട്ടം കൈവരിക്കാനൊക്കെ ഈ ഒരു പദ്ധതി മുഖാന്തരം നമുക്ക് കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു പരിശീലന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ ആദ്യമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അവരെയും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഈ പദ്ധതിയുടെ വിശദീകരണം നടത്തുന്നത് നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസർ ഷെബിൻ അവർകളാണ്. അവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വാർഡ് മെമ്പർമാരായ തസ്ലീന ഷബീർ, അതുപോലെ തന്നെ MM മുഹമ്മദ് അവർകൾ ഇവരൊക്കെ ആശംസകൾ അർപ്പിച്ച് ഈ പരിപാടിയിൽ സംസാരിക്കും. അവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിശീലന പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ കർഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, നമ്മുടെ കൃഷിക്കാർ, നമ്മുടെ കൃഷി ഓഫീസർ അടക്കമുള്ള എല്ലാവരും നമ്മുടെ കീഴ്പറമ്പ് പഞ്ചായത്ത് ഒക്ടോബർ 2-ാം തീയതിയുമായി ബന്ധപ്പെട്ട് മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ പരിശീലന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ 2017 മുതൽ ആരംഭിച്ച ഈ പ്രവൃത്തി വളരെ നല്ല രീതിയിലുള്ള പരിപാടിയുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ അവർകൾ 2-ാം തീയതി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ജില്ലാതല ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സമയം വൈകിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവർ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ്, യോഗാധ്യക്ഷനായ വൈസ് പ്രസിഡന്റ് റഹ്മാൻ സാഹിബ്, ഭരണസമിതി അംഗങ്ങൾ, കർഷകർ, കൃഷി ഓഫീസർ, നമ്മുടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞതുപോലെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു 3-ാം ഘട്ടം എന്ന വളരെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും നടന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആദ്യം നമ്മൾ ഒരു ലെയറിൽ പച്ച ചാണകം അതൊന്ന് സ്പ്രെഡ് ചെയ്യും. അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ കൃഷിയിടത്തിലെ എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും, ഇപ്പം ഒരു വാഴത്തോട്ടമാണെങ്കിൽ വാഴയിൽ നിന്ന് വാഴ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള വാഴേൻ്റെ തണ്ടും കാര്യങ്ങളൊക്കെ നമുക്കതിൻ്റെ മുകളിൽ ആദ്യം ഒരു ലെയറായിട്ട് സ്പ്രെഡ് ചെയ്യും. വീണ്ടും ഒരു ലെയർ ചാണകം ഇടും, വീണ്ടും അടുത്ത വേസ്റ്റ് ഇടും. അങ്ങനെ നമ്മൾ ഒരു ഏകദേശം ആ ടാങ്കിൻ്റെ 1/4 ഭാഗത്തോളം അത്തരത്തിൽ ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ അതിൽ മണ്ണിരയും കൂടെ നിക്ഷേപിക്കും. പിന്നെ അതിൽ നമ്മൾ ഈ കമ്പോസ്റ്റിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഈ ചൂട് ക്രമീകരിക്കുക, അതുപോലെ ഈർപ്പം നിലനിർത്തുക. അപ്പം ചൂട് ക്രമീകരിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 1.5 മാസത്തോളം ഈ വേസ്റ്റ് അതുപോലെ അങ്ങനെ പിന്നെ കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഇടയ്ക്ക് 1.5 മാസത്തിനിടയ്ക്ക് നമ്മൾ ഇടയ്ക്കൊന്ന് അതൊന്ന് ഇളക്കി കൊടുക്കണം. അതിലൊരു 1.5 മാസം ആകുമ്പോഴത്തേക്കും കമ്പോസ്റ്റ് റെഡിയാവും. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന ഈ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ മാലിന്യങ്ങൾ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഭാഗമായിട്ട് ഇന്നിവിടെ നടന്ന ഈ മണ്ണിര കമ്പോസ്റ്റിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് ഒക്ടോബർ 2-ാം തീയതി നടപ്പാക്കുന്ന പദ്ധതി ഉദ്ഘാടനത്തിൻ്റെ അതിൻ്റെ ഭാഗമായി ഇതിലും പങ്കാളിയാകാൻ നമുക്ക് സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഈ പരിപാടി നമ്മുടെ ഇവിടെ സമാപിക്കുകയാണ്. ഈ പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സഫിയ അവറുകൾ, പഞ്ചായത്ത് മെമ്പർമാരായ മുഹമ്മദ് സാഹിബ്, അതേപോലെ തന്നെ തസ്ലീന മെമ്പർ, അതേപോലെ തന്നെ സൈല മുനീർ, അതേപോലെ കൃഷി ഓഫീസർ തുടങ്ങിയ എല്ലാവർക്കും, പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, ഈ അധ്യക്ഷത വഹിച്ചിട്ടുള്ള വൈസ് പ്രസിഡന്റ് PP റഹ്മാൻ സാഹിബ് അവറുകൾക്കും എല്ലാം മറ്റുവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ആവാസ വ്യവസ്ഥയുടെ പൂർണ്ണ തകർച്ച, ജന്തുജീവജാലങ്ങളുടെ വംശനാശം, മാരകമായ രോഗങ്ങളുടെ ജന്മമെടുക്കൽ, വരണ്ടുപോകുന്ന ജലസ്രോതസ്സുകൾ, ഭൂരൂപങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, മനുഷ്യനെപ്പോലെ ജന്തുസസ്യജാലങ്ങൾക്കും അവിശ്വസനീയമായ തരത്തിലുള്ള പുതിയ രോഗങ്ങളുടെ ഉത്ഭവം, ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ വരും തലമുറയ്ക്ക് കൈമാറാൻ പറ്റാത്ത വ്യത്യസ്തങ്ങളായ മാലിന്യങ്ങൾ വഴി സാമാന്യ ബുദ്ധിയുള്ള ജീവി എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യനായ നാം സർവനാശത്തിലേക്കും നയിക്കുകയാണെന്ന ധാരണ നമ്മിലേക്ക് എത്തിക്കുക എന്ന ചെറിയ ദൗത്യമാണ് ഞങ്ങളിവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് മനസാ വാചാ കർമ്മണ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഭൂമിയെ അതിൻ്റേതായ തനത് അവസ്ഥയിൽ നിലനിർത്താൻ നമുക്ക് യത്നിക്കാം. जय
കർമ്മസേനയ്ക്ക് ശുചിത്വം നമുക്കൊരു ശീലമാക്കാം.